നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലത്തെ ഫ്ലോറന്റിനോ പെരസിൻ്റെ പത്രസമ്മേളനം വിവാദമായിട്ടുണ്ട്. ബാഴ്സലോണ അതിൽ പ്രതികരിച്ച് കേസ് കൊടുക്കുന്നൊക്കെയുള്ള രൂപത്തിൽ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇതിലിത്ര പ്രശ്നം? എന്താണ് ഫ്ലോറന്റിനോ പെരസ് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത്? ഒരു അടിയന്തര പത്രസമ്മേളനമായിരുന്നല്ലോ. നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെരസിൻ്റെ പത്രസമ്മേളനമുണ്ട്, സ്പാനിഷ് സമയം വൈകിട്ട് 6 മണിക്കാണത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ കോച്ചിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യാതിരുന്നത്. അദ്ദേഹം പറയുന്ന വേറെ കുറേ കാര്യങ്ങളാണ്. പക്ഷെ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കാര്യമല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് ലാലീഗ റയൽ മാഡ്രിഡിൻ്റെ ശത്രുവാണ്. ലാലീഗ റയലിനെ ശത്രുവായി കാണുന്നു. അതുപോലെ തന്നെ 7 ലാലീഗ കിരീടങ്ങളാണ് ഞാൻ ഇവിടെ പ്രസിഡൻ്റായിട്ട് നേടിയിട്ടുള്ളത്. മറ്റൊരു 7 എണ്ണമെങ്കിലും റോബറി ആയി പോയിട്ടുണ്ട്. പിന്നെ ഈ സീസണിൽ 18 പോയിൻറ്റുകളെങ്കിലും ഞങ്ങളിൽ നിന്ന് റോബ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം കുറേ കാര്യങ്ങൾ, വിവാദമാകുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചില കാര്യങ്ങളൊന്നും എടുത്തു നോക്കാം. എന്നിട്ട് മൊത്തത്തിൽ ഒരുപാട് വലിയ പത്രസമ്മേളനമായതുകൊണ്ട് ഇൻ നട്ട്ഷെൽ എന്തൊക്കെയാണ് അദ്ദേഹം ഉയർത്തിയ കൺസേൺസ് എന്നും അദ്ദേഹത്തിൻ്റെ വാദങ്ങളും നോക്കാം. അത് ആദ്യം തന്നെ പറഞ്ഞ് ഞാൻ റിസൈൻ ചെയ്യാൻ പോകുന്നില്ല എന്നാണ്. അത്തരത്തിൽ ചില ന്യൂസ് ചില മാധ്യമങ്ങൾ പടച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെയാണ് അദ്ദേഹം ആദ്യമേ പറഞ്ഞ് ഞാൻ റിസൈൻ ചെയ്യുന്നില്ല, പക്ഷെ അദ്ദേഹം ഇലക്ഷൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക്. പിന്നെ ഈ വിഷയം വാൽവർദെ ഷൂബനി അടിയുടെ വിഷയം, അതിൽ പറഞ്ഞത് അവർ നല്ല ഫ്രണ്ട്സാണ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും, ആ പ്രശ്നത്തേക്കാൾ വലുത് അത് ലീക്ക് ചെയ്ത പ്രശ്നമാണ് ഏറ്റവും വലുതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഐ ഹാവ് വൺ 7 ലാലിഗാസ്, ഇറ്റ് ഷുഡ് ബി 14, ഐ വാസ് റോബ്ഡ് ഓഫ് 7. ഞാനിവിടെ പ്രസിഡൻ്റായിട്ട് 7 ലാലിഗ കിരീടങ്ങൾ നേടിയിട്ടുണ്ട്, 14 കിരീടങ്ങളിൽ നേടേണ്ടതായിരുന്നു, ശരിക്കും പറഞ്ഞ 7 എണ്ണം റോബ് ചെയ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും എനിക്കറിയില്ല എത്ര സീസണുകളിൽ നമ്മളെ റഫറിമാരും മറ്റുമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. 14 കിരീടങ്ങൾ നേടേണ്ട ഞാനിപ്പോൾ 7 കിരീടങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു. സോ ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 18 പോയിൻറ്റുകളെങ്കിലും ഈ സീസണിൽ നമ്മളിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സൂപ്പർ ലീഗ്, ബാഴ്സലോണയുമായി ബന്ധപ്പെട്ടിട്ട് സൂപ്പർ ലീഗ് നമ്മൾ ഒരുമിച്ച് ചേർന്ന് നടത്താൻ തീരുമാനിച്ചത് നെഗ്രേറ കേസ് വരുന്നതിന് മുമ്പാണ്. റീസെൻ്റ്ലിയാണ് നമ്മൾ ഈ നെഗ്രേറ കേസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അത് വളരെ മോശമായിട്ടുള്ള ഒരു സ്കാൻഡലാണ്. ഫുട്ബോൾ ചരിത്രത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു സ്കാൻഡലാണത്. ഈ ഇഷ്യൂ ശരിക്കും പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ അതിനെതിരെ നിലപാടെടുക്കുകയായിരുന്നു. പിന്നെ റയൽ മാഡ്രിഡിനെ തകർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ 2 ആർട്ടിക്കിൾ കണ്ടു ABC ന്യൂസിൽ. എന്നിട്ട് ABC ന്യൂസിൻ്റെ പത്രപ്രവർത്തകയുമായിട്ട് അദ്ദേഹം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ തർക്കം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത്, നമ്മളാണ് ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബ്, സോ റയൽ മാഡ്രിഡ് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നിട്ടും ചിലർ ഇവിടെ കുറേ കായസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ടെന്ന് പറയുകയാണ്. പ്ലേയേഴ്സിനെ കൂവി എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിലും അത് ഒരു സെൻസിബിളായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ കൂവുന്നതിന് തുല്യമായിട്ടിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വിശദമായിട്ട് പറയുന്നില്ല. മറിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം, അദ്ദേഹം പറഞ്ഞതിനെ ഇൻ നട്ട്ഷെൽ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങനെ പറഞ്ഞു പോവാം. പക്ഷെ അത് പറയാൻ തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം ആദ്യമേ പറയുന്നത്, എന്താണ്, ഞാൻ റിസൈൻ ചെയ്യാൻ പോകുന്നില്ല, സോറി എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇലക്ഷൻ, 3 വർഷം നേരത്തെ തന്നെ അദ്ദേഹം ഇലക്ഷൻ വിളിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിനെതിരെ ഒരു ക്യാമ്പയിൻ ചില ആളുകൾ നടത്തി, അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ട് എന്ന് പോലും പറഞ്ഞു പരത്തി. ശരിക്കും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ്, വളരെ ചുറുചുറുക്കോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹി വർക്ക്സ് ലൈക്ക് ആൻ ആനിമൽ ഡേ ആൻഡ് നൈറ്റ് എന്ന് അദ്ദേഹം ആ ഒരു ആരോപണത്തിന് മറുപടിയായിട്ട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു ഫോൺ എടുത്തിട്ട് ഒരു ആർട്ടിക്കിൾ വായിക്കുന്നുണ്ട്. അത് ABC ന്യൂസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ന്യൂസായിരുന്നു. അതിൽ പറയുന്നത്
അദ്ദേഹം തൻ്റെ ഇന്നർ സർക്കിളിലുള്ള ആളുകളോട് അദ്ദേഹം വളരെ ക്ഷീണിതനാണ്, അസുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞതാണ്. അത് വായിച്ചിട്ട് അദ്ദേഹം ചിരിച്ചിട്ടാണ് പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ആനിമലിനെ പോലെ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യുകയാണ്, പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഫേക്ക് ന്യൂസുകൾ, തനിക്കെതിരെ റൂമറുകൾ സ്പ്രെഡ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ ഇലക്ഷനിൽ എനിക്കെതിരെ മത്സരിക്കാം, നമുക്ക് നോക്കാലോ എന്താ സംഭവിക്കുക എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇവിടെ റയൽ മാഡ്രിഡ് എൻ്റെ കീഴിൽ മൊത്തത്തിൽ എല്ലാം കൂടി എടുത്ത് നോക്കി 76 കിരീടങ്ങൾ ചൂടിയിട്ടുണ്ട്. റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ക്ലബ്ബാണ്. ഇവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. നെഗ്രേറ കേസ് ഉണ്ടല്ലോ, അത് വേഴ്സ്റ്റ് സ്കാൻഡൽ ഇൻ ഫുട്ബോൾ ഹിസ്റ്ററിയാണ്. റയൽ മാഡ്രിഡിന് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ക്വാഡാണുള്ളത്. ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ കണക്കൊക്കെ നോക്കിയാൽ മതി. അല്ലെങ്കിൽ യുവേഫക്ക് നമ്മളൊരു പരാതി കൊടുക്കാൻ പോവുകയാണ്, ഈ പ്രശ്നം തീർക്കണം. നെഗ്രേറ കേസിൽ നെഗ്രേറ എറയിലുണ്ടായിരുന്ന ചില റഫറിമാർ ഇപ്പോഴും കളി നിയന്ത്രിക്കുന്നുണ്ട്, അത് ശരിയല്ല, അപ്പോൾ അതിനെതിരെ നടപടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യുവേഫക്ക് പരാതി കൊടുക്കാൻ പോവുകയാണ്. കൂടെ അദ്ദേഹം പറഞ്ഞു, റിലീവോ എന്ന് പറഞ്ഞൊരു മീഡിയ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു, നമ്മളൊക്കെ നേരത്തെ അതിലെ ന്യൂസുകളൊക്കെ എടുത്തിരുന്നു, അതിപ്പോൾ പൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, റിലീവോ ലാലിഗക്കൊപ്പം ചേർന്നുകൊണ്ട് റയൽ മാഡ്രിഡിനെ മോശമായി ചിത്രീകരിക്കാനും ഫ്ലോറന്റീനോ പെരസിനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു, എന്നിട്ട് ഇപ്പം എന്തുണ്ടായി എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. എന്നിട്ട് പിന്നീട് അദ്ദേഹം ആ ABC-യുടെ ജേർണലിസ്റ്റുമായിട്ട് തർക്കം ഉണ്ടാകുന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ ABC-യുടെ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ടു ഓണർ ഹിസ് ഫാദർ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, റയൽ മാഡ്രിഡിൽ അദ്ദേഹം എത്തിയ സമയത്ത് റയലിൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. പ്ലെയേഴ്സിന്, എംപ്ലോയീസിന് സാലറി കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വന്നതിന് ശേഷം ഇൻക്രെഡിബിൾ ഫിനാൻഷ്യൽ സിറ്റുവേഷനിലേക്ക് ക്ലബ്ബ് മാറി. റെക്കോർഡ് ഏർണിങ്സ് ആണ് ഉണ്ടാക്കുന്നത്. മോസ്റ്റ് വാല്യുബിൾ സ്ക്വാഡ് ഇൻ ദി വേൾഡ് ഈ ടീമിന് ഇപ്പോൾ ഉണ്ട്. പിന്നെ ബെർണാബ്യൂവിൻ്റെ നവീകരണത്തിന് വേണ്ടി പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ പണം ചെലവഴിച്ചു എന്ന് ആരെങ്കിലും ആരോപിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആരോടും ഏത് കാര്യത്തിനും ഫൈറ്റ് ചെയ്യാൻ അദ്ദേഹം റെഡിയാണ്. ലാലിഗ റയൽ മാഡ്രിഡിൻ്റെ എനിമിയാണ്. റയലിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടാണ് അവരെപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. റയൽ മാഡ്രിഡ് സൂപ്പർ ലീഗ് വിജയിച്ചു, അങ്ങനെയായിരുന്നെങ്കിൽ സൂപ്പർ ലീഗ് വിജയിക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് അതായത് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച സൂപ്പർ ലീഗ് വിജയിക്കാൻ പോവുകയാണെങ്കിൽ അത് വളരെ വലിയ സംഭവമായിട്ട് മാറിയേനെ. പക്ഷേ അത് സംഭവിച്ചില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ റയലിൻ്റെ കളി ഫ്രീ ആയിട്ട് കാണാൻ പറ്റണം, അതാണ് താൻ ഉദ്ദേശിക്കുന്നത്. കാരണം ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബാണിത് എന്നുകൂടി അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. പിന്നെ ABC ന്യൂസ് വായിച്ചു അദ്ദേഹം പറയുന്നു, അദ്ദേഹം ക്ഷീണിതനാണ് എന്ന് ഇന്നർ സർക്കിളിൽ അവർ പറഞ്ഞത്രയെന്ന് പറഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം അതെടുത്ത് വായിച്ച് കളിയാക്കി ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ മാനേജറെക്കുറിച്ചോ കളിക്കാരെക്കുറിച്ചോ ആരൊക്കെ പുറത്തു പോകുന്നോ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനല്ല ഇവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് ആ കാര്യങ്ങൾ സംസാരിക്കില്ല എന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത്, എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. റയൽ മാഡ്രിഡിൻ്റെ സോഷ്യോസാണ് തന്നെ ഇവിടെ പ്രസിഡൻ്റാക്കി വെച്ചിട്ടുള്ളത്. അവർ വേണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ താൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയുള്ളൂ, അതിലാണ് ലക്ഷ്യം വെക്കുന്നത്. ക്ലബ്ബ് എന്തായാലും സ്പോർട്ടിംഗ് സൈഡിൻ്റെ വിഷയങ്ങൾ അനലൈസ് ചെയ്യും, അത് ഇലക്ഷന് ശേഷമായിരിക്കും അത് അനലൈസ് ചെയ്യുന്നതുകൂടി അദ്ദേഹം പറയുന്നു. തനിക്ക് ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ടെന്ന തരത്തിൽ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്, അതിൽ സത്യമില്ല, അങ്ങനെയൊന്നുമല്ല ഇവിടെ കാര്യങ്ങൾ പോകുന്നത് എന്നുകൂടി പെരസ് പറയുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞ അവകാശവാദം ഉന്നയിച്ചൊരു കാര്യം, ഹീ ഈസ് ദി മോസ്റ്റ് സക്സസ്ഫുൾ പ്രസിഡന്റ് ഇൻ ഹിസ്റ്ററി, ചരിത്രത്തിലെ ഏറ്റവും വിജയിയായിട്ടുള്ള വിജയങ്ങൾ കൊയ്തിട്ടുള്ള പ്രസിഡന്റ് അദ്ദേഹമാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് ആ അടി, വാൽവർദയും ഷൂമനും തമ്മിലുള്ള അടിയെക്കുറിച്ച് പറഞ്ഞു. രണ്ട് പ്ലേയേഴ്സ് തമ്മിൽ അടി ഉണ്ടാക്കുക എന്നുള്ളത് റയൽ മാഡ്രിഡിൽ എന്നല്ല, മറ്റ് ക്ലബ്ബുകളിലൊക്കെ ഇത് ആദ്യമായിട്ടൊന്നുമല്ല. പിന്നെ ഇത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ, അത് പുറത്തേക്ക് വിട്ടു എന്നുള്ളതാണ് കൂടുതൽ വിഷയം. 2 ആർട്ടിക്കിൾസ് ഇപ്പോൾ ABC ന്യൂസിൽ കണ്ടു റയൽ മാഡ്രിഡിനെതിരെ. അതിലൊന്ന് എഴുതിയിട്ടുള്ളത് ഈ സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ട് മുമ്പിലുള്ള ജേർണലിസ്റ്റിനെ കുറിച്ച് പറയുകയാണ്. അവർക്ക് ഫുട്ബോൾ എന്താണെന്ന് പോലും അറിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ ക്ലബ്ബ് റയൽ മാഡ്രിഡ് അങ്ങനെ ഒരു ക്ലബ്ബും
റഫറീസിന് ക്യാഷ് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ അത് വമ്പൻ സ്കാൻഡലാണ്. അത് നെഗ്രേറ കേസിനെ ഊന്നി പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആരാണ് ഇവിടുത്തെ ന്യൂസുകളൊക്കെ ലീക്ക് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഷൂമനിയും വാൽവർദയും വളരെ ഗ്രേറ്റ് ബോയ്സാണ്, ഗ്രേറ്റ് പ്ലേയേഴ്സാണ്. പിന്നെ തൻ്റെ കപ്പാസിറ്റി എടുത്ത് പറയാൻ വേണ്ടി അദ്ദേഹം പറയുകയാണ്, ഞാനിതിലേക്ക് കാര്യങ്ങൾ വലിച്ചെടുക്കില്ല, പക്ഷേ എൻ്റെ കമ്പനി പല കോണ്ടിനെൻറ്റുകളിലായിട്ട് വർക്ക് ചെയ്ത് ബില്യൺസ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. വളരെ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകുന്നയാളാണ് ഞാൻ. പിന്നെ തൻ്റെ പ്രസിഡൻസിയിൽ റയൽ മാഡ്രിഡ് ഒരു മാസീവ് സക്സസ് ആണ് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ 7 ലാലിഗ കിരീടങ്ങൾ എന്നിൽ നിന്ന് റോബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാനിവിടെ ശ്രമിച്ചിട്ടുള്ളത് ക്ലബിൻ്റെ താല്പര്യങ്ങളെ ഡിഫെൻഡ് ചെയ്യാനും മറ്റുമാണ്. അല്ലാതെ എനിക്ക് പബ്ലിസിറ്റിയുടെയോ ഫെയിമിൻ്റെയോ പവറിൻ്റെയോ ഒന്നും കാര്യമില്ല. ഈ ക്ലബ്ബിൽ നിന്നിട്ട് അതൊക്കെ നേടേണ്ട കാര്യം എനിക്കില്ല. ഈ സീസണിൽ ലാലിഗയിൽ റയൽ മാഡ്രിഡ് 18 പോയിൻറ്റുകൾ റോബ് ചെയ്യപ്പെട്ടു. റയലിൻ്റെ ഷോസ്റ്റിയോസ് ഒരിക്കലും പ്ലേയേഴ്സിനെ കൂവില്ല, അവർ ടീമിനെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. തീർച്ചയായിട്ടും ആരാധകർ താരങ്ങളെ കൂവുമ്പോൾ, സ്വന്തം കുഞ്ഞുങ്ങളെ കൂവുമ്പോലെയാണ് അത് വേദനയുണ്ടാക്കി. ഇനി എന്നെ ആർക്കെങ്കിലും ഈ ക്ലബ്ബിൽ നിന്ന് മാറ്റണമെങ്കിൽ നിങ്ങളെന്നെ വെടിവെക്ക്, ഷൂട്ട് ചെയ്യും, അല്ലാതെ എന്നെ ഈ ക്ലബ്ബിൽ നിന്ന് മാറ്റാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഇനി വീണ്ടും ജേർണലിസ്റ്റുമാരെ കാണാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പിൻവാങ്ങുന്നത്. ചുരുക്കത്തിൽ അദ്ദേഹം വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ഒരുപാട് പ്രചരണങ്ങളും മറ്റുമൊക്കെ നടക്കുന്നതിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും നെഗ്രീറ കേസും മറ്റുമൊക്കെ എടുത്തു പറയുകയും അതുപോലെ തന്നെ ലലീഗ തനിക്കെതിരെയാവുകയും ചെയ്തു എന്നും മാത്രമല്ല 18 പോയിൻറ്റുകൾ ഇത്തവണ റയൽ മാഡ്രിഡ് റോബ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പ്രസ്താവനകളാണ്. ഇമ്മീഡിയറ്റ്ലി ബാഴ്സയുടെ പ്രതികരണമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ എന്ത് സംഭവിക്കുന്നില്ല കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സിൽ എത്താം.